ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് മറന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ജോലി ചെയ്യുമ്പോൾ അറ്റൻഷനും കോൺസെൻട്രേഷനും പഴയ പോലെ ഇല്ല എന്നും ചിലർക്ക് തോന്നാറുണ്ട്. മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അറ്റൻഷൻ നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടോ? പലരും ഇത് മടിയോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ സ്ട്രെസ്സിന്റെ ആണെന്നൊക്കെ വിചാരിച്ചു കളയും. പക്ഷെ ഇതിന് പിന്നിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവാം. ഇത് സ്ത്രീകൾക്കായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസിന്റെ 12ാമത്തെ എപ്പിസോഡാണ്. ഇവിടെ നമ്മൾ ഈ ബ്രെയിൻ ഫോഗ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അത് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, ഈ ബ്രെയിൻ ഫാഗ് എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസിസ് അല്ല. ഒരു മെന്റൽ ക്ലാരിറ്റി കുറവ് തോന്നുക, അല്ലെങ്കിൽ വ്യക്തമായി ചിന്തിക്കാൻ ബുദ്ധിമുട്ട്, അറ്റൻഷനും കോൺസെൻട്രേഷനും കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ചില സ്ത്രീകൾ പറയാറുണ്ട്, എന്തെങ്കിലും എടുക്കാനായിട്ട് പോയിട്ട് ഞാൻ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ എന്നുള്ള രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വേർഡ്സ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ്, എത്ര ആലോചിച്ചിട്ടും മനസ്സിൽ വരുന്നില്ല എന്ന് തോന്നുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതെനിക്ക് അറിയാം, പക്ഷെ എനിക്കത് പ്രൊഡക്റ്റീവായിട്ട് പറയാനോ എഴുതാനോ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, പഴയ പോലെ പ്രൊഡക്ടിവിറ്റി ഇല്ല. എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവസം മുഴുവനും തല ഒരു മയങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുക. ഇതൊക്കെയാണ് ബ്രെയിൻ ഫോഗിന്റെ ലക്ഷണങ്ങൾ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ശരിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാതെ വരും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഉയർന്ന ഇൻസുലിന്റെ ലെവൽസ് ഉണ്ടാകും. അതും മെറ്റബോളിക് ഇംബാലൻസസും ഹോർമോണൽ ഇംബാലൻസസും കൂടിയുണ്ടെങ്കിൽ അത് ബ്രെയിനിന്റെ സാധാരണ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കും. ഇതാണ് ചിലർക്ക് ബ്രെയിൻ ഫോഗിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നത്. ബ്രെയിൻ ഫോഗ് നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് മാത്രമാണെന്ന് കരുതരുത്. PCOS, ഉറക്കക്കുറവ്, ക്രോണിക് സ്ട്രെസ്, വൈറ്റമിൻ B12 അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസീസ്, ഇതെല്ലാം ബ്രെയിൻ ഫോഗിന് ഒരു കാരണമാകാം. ഈ ബ്രെയിൻ ഫോഗ് നിങ്ങൾ അഡ്രസ് ചെയ്യാതെ പോയാൽ ലേറ്റർ ഓൺ അത് നിങ്ങളുടെ പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റിയെയും ബാധിക്കുക. നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ, മൾട്ടി ടാസ്കിങ്ങിനെ ഇത് ബാധിക്കും. മീറ്റിംഗിലോ ക്ലാസ്സിലോ ഇരിക്കുമ്പോൾ അറ്റൻഷൻ നിലനിർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയും അത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. ബ്രെയിൻ ഫോഗ് വെറും ഒരു ഓർമ്മക്കുറവിന്റെ പ്രശ്നം മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള മെറ്റബോളിക് പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുകയും അതിനുള്ള ശരിയായ ചികിത്സയിലൂടെ നിങ്ങളുടെ അറ്റൻഷൻ, ഫോക്കസ്, മെമ്മറി, പ്രൊഡക്ടിവിറ്റി അങ്ങനെ അതെല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും. അതുവഴി ആത്മവിശ്വാസവും കോൺഫിഡൻസും വർദ്ധിക്കാനും ദിവസേനയുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാനുള്ള നിങ്ങളുടെ പഴയ കഴിവിനെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചികിത്സ വൈകിപ്പിക്കരുത്. അടുത്ത എപ്പിസോഡില് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് ഷുഗർ ക്രേവിംഗ് ഉണ്ടാവുന്നത്, അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസ് മിസ് ആവാതിരിക്കാൻ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു.